കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനക്കൂട്ടിൽ ജാതിപത്രിയുടെയും ജാതിക്കായുടെയും പ്രാധാന്യം വേറിട്ട് തന്നെ നിൽക്കുന്നു. മലയാളക്കരയുടെ മണ്ണിലേക്ക് കടൽ കടന്നു വന്ന സസ്യജാലങ്ങളിൽ ജാതിമരങ്ങളും പെടുന്നു. മിരിസ്റ്റിക്ക ഫ്രാഗ്രാൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ജാതിവൃക്ഷങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിച്ചു എന്ന് ചരിത്രം. തണ്ണീർത്തടങ്ങൾ ഏറെയുള്ള കേരളത്തിൻ്റെ മണ്ണ് ജാതി കൃഷിക്ക് അനുയോജ്യമാണെന്നും കണ്ടെത്തിയത് അവർ തന്നെ. അധിനിവേശക്കാർ മടങ്ങിയെങ്കിലും അവർ കൊണ്ടുവന്ന ജാതി എന്ന സുഗന്ധവിള മലയാളത്തിൻ്റെ മണ്ണിൽ ആഴത്തിൽ തന്നെ വേരോടി. രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം കേരളത്തിന് തന്നെ. 17,000 ഹെക്ടർ സ്ഥലത്ത് കേരളത്തിൽ ജാതി കൃഷി ചെയ്തു വരുന്നു. കാർഷിക രംഗത്തേക്കെത്തിയ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ ഭാഗമായി സങ്കര ഇനം ജാതി വൈവിധ്യങ്ങളുടെ ഉൽപ്പാദനവും സാധ്യമാവുകയായിരുന്നു. ഇവിടെയാണ് മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് ജാതി കൃഷിയെ ഒരു ജന്മനിയോഗം പോലെ സ്വീകരിച്ച് ഒരു പുതിയ ജാതി ജനുസ്സിനെ തന്നെ സൃഷ്ടിച്ച് അനുദിനം ആദായം നേടുന്ന ഒരു കർഷകനെ പരിചയപ്പെടേണ്ടത്. കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള അന്തിനാട് കാവുകാട്ട് ശ്രീ ജോർജ് തോമസ്. കാർഷിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ജോർജ് തോമസ് ബാങ്കിംഗ് മേഖലയിലെ ദീർഘകാല സേവനത്തിനു ശേഷം പൈതൃക വഴിയിലൂടെ കൃഷിയിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജാതിത്തോട്ടങ്ങൾ സന്ദർശിച്ച് ജാതി കൃഷിയെക്കുറിച്ച് നന്നായി പഠിച്ച് പലതരം ജാതി തൈകൾ ശേഖരിച്ച് തൻ്റേതായ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ വിളവും ആദായവുമേകുന്ന ജാതിവർഗത്തെ ബഡ്ഡിങ്ങിലൂടെ സൃഷ്ടിക്കുകയായിരുന്നു ഈ കർഷകൻ. ആണ്ടിൽ 12 മാസവും വിളവ് തരുന്ന അത്യപൂർവ ഇനം ജാതികൾ ഒരുപക്ഷെ ജോർജ് തോമസ് എന്ന ഈ കർഷകന് മാത്രം സ്വന്തമായിരിക്കണം. വിളവേറിയതും മികവേറിയതുമായ 93 ഇനം ജാതിമരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ 1.5 ഏക്കറോളം വരുന്ന തോട്ടത്തിലുള്ളത്. ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന കാലത്തും ഞാൻ കാർഷിക വൃത്തി എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. കാരണം എൻ്റെ കാരണവന്മാരെല്ലാവരും കൃഷിക്കാരായിരുന്നു. ഫാദർ നല്ലൊരു കൃഷിക്കാരനായിരുന്നു, ഗ്രാൻഡ് ഫാദർ നല്ല കൃഷിക്കാരനായിരുന്നു. ചിലവ് കുറഞ്ഞ ഒരു ലേബറേഴ്സ് ഇല്ലെങ്കിൽ പോലും മാനേജ് ചെയ്യാവുന്നൊരു കൃഷി ആയതുകൊണ്ടാണ് ജാതി കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം. തന്നെത്താനെ ആരുമില്ലെങ്കിൽ പോലും മാനേജ് ചെയ്യാം ഇതുള്ളത് കൊണ്ടാണ് ജാതി തിരഞ്ഞെടുത്തത്. ഞാൻ പല സ്ഥലത്തും പോയി, പല തോട്ടങ്ങളിലും പോയി ഏറ്റവും നല്ല ഇതെന്ന് എനിക്ക് തോന്നിയതിൻ്റെ ബഡ് വുഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ ബഡ് ചെയ്യിച്ചാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. 93 ജാതി കായ്ക്കുന്ന ജാതി ഇപ്പോൾ എനിക്കുണ്ട്. അത് ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരു 50 ജാതി പുതിയത് നട്ടിട്ടുണ്ട്, കായ്ച്ചു വരുന്നതുണ്ട്. പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തോട്ടത്തിൽ തന്നെയുള്ള ഫീൽഡ് ബഡ്ഡിംഗ് കൂടത്തൈകളെ അപേക്ഷിച്ച് ജാതി തൈകളുടെ പുഷ്ടിയോടെയുള്ള വളർച്ചയ്ക്ക് ഏറെ സഹായകരമാകുന്നു. നല്ല കായ്ഫലമുള്ള മരങ്ങളിൽ നിന്നും കാണ്ഡം തിരഞ്ഞെടുത്ത് നിശ്ചിത അളവിൽ മുറിച്ച് നഴ്സറിയിൽ ബഡ്ഡിംഗ് നടത്തുന്നു.
ബഡ് ചെയ്ത് 30 ദിവസം കഴിയുമ്പോൾ അത് അഴിച്ചു, പ്ലാസ്റ്റിക് കവറിങ് അഴിച്ചു കളയും. അത് ഒരു 15 ദിവസം കൂടെ കഴിയുമ്പോൾ ബഡ് പിടിച്ചിട്ടുള്ളത് മുറിച്ച് വിടും. മുറിച്ച് വിട്ടാലൊരു 2 മാസം കൊണ്ട് അത് മുളയ്ക്കാൻ തുടങ്ങും. പുതിയ ബഡ് ചെയ്തിടത്തു നിന്ന് മുളച്ച് വരാൻ തുടങ്ങും. അത് ആ ബഡ് ചെയ്യുന്ന ആ സമയത്തൊക്കെ ചാണകവെള്ളം പുളിപ്പിച്ച് കുറച്ച് കടലപ്പിണ്ണാക്കും കൂടെ കൂട്ടി പിന്നെ ഡ്രമ്മിൽ മിക്സ് ചെയ്ത് വെച്ച് പുളിപ്പിച്ച് അതാണ് മെയിനായിട്ട് വളമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം, 2 മാസത്തിൽ 2-3 പ്രാവശ്യം അത് കൊടുക്കും. അത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ശക്തിയായിട്ട് മുള വരും. നല്ല ശക്തിയുള്ള തൈയായിരിക്കും. 3 അടി സമചതുരത്തിൽ കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്ത് തൊണ്ടും ചാണകവും പിന്നെ കമ്പോസ്റ്റും കൂടി ഇട്ട് മൂടിയിട്ട് ബഡ് ചെയ്ത് കിളുത്ത് വന്ന് തൈ അതിൻ്റെ അകത്ത് എടുത്ത് വെക്കും. ജാതിയുടെ വളർച്ചയ്ക്ക് നിർലോഭം ജലം ലഭിക്കേണ്ടതുണ്ട്. അതിനായി ബോർവെല്ലിൽ നിന്നുള്ള ജലം പമ്പ് ചെയ്ത് തോട്ടത്തിൽ വിന്യസിച്ചിരിക്കുന്ന പോളിത്തീൻ പൈപ്പ് വഴി ഓരോ ജാതി മരച്ചുവട്ടിലും എത്തിക്കുന്നു. ജാതി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ജലസേചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളം സഫീഷ്യൻ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ജാതി കൃഷി വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വേനലുണ്ടായാൽ ജാതിക്ക് ക്ഷീണം വരും. നനച്ചു കൊടുത്തില്ലെങ്കിൽ, നന്നായിട്ട് നനച്ചു കൊടുത്തെങ്കിലേ ശരിയായിട്ടുള്ള ആദായം കിട്ടുകയുള്ളൂ, കാ പിടിക്കുകയുള്ളൂ, അല്ലെ കാ മുഴുവൻ പൊഴിഞ്ഞു പോകും. ജൈവ വളപ്രയോഗ രീതിക്കാണ് ജോർജ് തോമസ് തൻ്റെ ജാതിത്തോട്ടത്തിൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. മണ്ണിൻ്റെ അമ്ലത നിയന്ത്രിക്കാനായി ചെടിച്ചുവട്ടിൽ കുമ്മായം വിതറുന്നു. എല്ലുപൊടി, കോഴിക്കാഷ്ട ലായനി, കമ്പോസ്റ്റ് തുടങ്ങിയവ വളമായും നൽകുന്നു. സ്റ്റെറാമിയിലോ എല്ലുപൊടിയോ ഇടും. പിന്നെ ചാണകം ഒരു 25 കിലോ ചാണകം. പിന്നെ ചാണകത്തിനേക്കാൾ എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടുതൽ ഇതായിട്ട് തോന്നുന്നു, ഞാൻ ഈ കോഴി ഫാമിൽ നിന്ന് കോഴിവളം വാങ്ങിച്ചു കൊണ്ടുവന്ന് വലിയ കുഴിയിൽ തീർത്ത് കുഴിക്കകത്തിട്ട് മണ്ണിട്ട് മൂടിയിട്ട് വേനൽക്കാലമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. മഴക്കാലം ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പല പ്രാവശ്യം വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ അത് നല്ലൊരു കമ്പോസ്റ്റ് വളം, ചാണകം മാതിരി തന്നെ നല്ല ഇതായിട്ട്, അതാണ് ഞാനിപ്പോൾ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത്. ചാണകം കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ ഉദ്ദേശിച്ച്. അപ്പോൾ അത് വളരെ പ്രയോജനമാണെന്ന് എനിക്ക് തോന്നുന്നു. ജാതി മരങ്ങൾക്ക് തണൽ അനിവാര്യമാണ്. തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മഹാഗണി തുടങ്ങിയ ആദായ വൃക്ഷങ്ങൾ നട്ടുവളർത്തിയ ശേഷം ജാതി നടുന്നതാണ് ഗുണകരം. ശക്തമായ കാറ്റിൽപ്പെട്ട് ജാതിമര കൊമ്പുകൾ ഒടിഞ്ഞു പോകുന്നത് ഒഴിവാക്കുന്നതിനായി തോട്ടത്തിൻ്റെ അതിരുകളിലും ഇത്തരം ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത് ഏറെ സുരക്ഷിതവും ആദായകരവുമാണ്. പിന്നെ ജാതിക്ക് തണൽ വേണം. കൂടുതൽ തണലായാലും കായ്ക്കുകയില്ല. അതുകൊണ്ട് പ്ലാവോ മഹാഗണിയോ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. മഹാഗണിയാണെങ്കിൽ തടി ഒരു വലിയ ആദായമായിട്ട് വരും ഫ്യൂച്ചറിലേക്ക്. പ്ലാവാണെങ്കിലും തടിയും കിട്ടും, ചക്കയും കിട്ടും. ഇന്നത്തെ കാലത്ത് ചക്കയ്ക്കൊക്കെ വലിയ ഡിമാൻഡ് വരുമെന്നുമാണ് പറയുന്നത്. അത് ബോർഡറിൽ കൂടെ നട്ടാൽ, ചുറ്റും നട്ടാൽ ഇനി സാമാന്യ ഒരു കാറ്റുണ്ടായാലും ജാതിയെ അഫക്റ്റ് ചെയ്യുകയല്ല. ജാതി പെട്ടെന്ന് ചെറിയ കാറ്റിൽ ഒടിഞ്ഞു പോകുന്നൊരു മരമാണ്. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് ബൗണ്ടറി കൂടെ ബലമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അതിലേറ്റവും നല്ലത് മഹാഗണിയും പ്ലാവുമാണ്. കാര്യമായ രോഗബാധ ജോർജ് തോമസിൻ്റെ ജാതിത്തോട്ടത്തിൽ കണ്ടുവരുന്നില്ല. കാണ്ഡങ്ങളിൽ കാണുന്ന കുമിൾ രോഗം, ഇലകൾ മൂടിക്കെട്ടുന്ന നൂൽക്കെട്ട് എന്നിവ കാണവേ ബോഡോ മിശ്രിതം തളിച്ച് രോഗബാധയകറ്റുന്നു. രോഗബാധ 2 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ബോർഡോ മിശ്രം സ്പ്രേ ചെയ്യണം. കുമിൾ രോഗമാണെങ്കിലും ഈ പിന്നെ മുടി രോഗമെന്നും പറഞ്ഞ് മുടി കെട്ടുന്ന മാതിരി ഒരു നൂല് കെട്ടുന്ന ഒരിതുണ്ട്. അത് വളരെ
ഇതാണ്. അത് പടരാതിരിക്കണമെങ്കിലും അത് പിന്നെ വർദ്ധിക്കാതിരിക്കണമെങ്കിലും അങ്ങനെയുള്ള ചെടികൾക്ക് ബോർഡോ കുഴമ്പ് തടിയേൽ തേക്കണം. അതിൻ്റെ ഏരത്തേലും ബോർഡോ കുഴമ്പ് തേക്കണം. ബോർഡോ മിശ്രം ഒരു 4 പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്യാൻ വേണം. നട്ട് 150 ദിവസം കഴിയവേ ജാതിമരത്തിൽ നിന്നും വിളവെടുക്കാനാകും. ആദ്യ വർഷങ്ങളിലൊക്കെ ആദായം ലഭ്യമാണെങ്കിലും 7-ാം വർഷം മുതലാണ് ഒരു ജാതിമരത്തിൽ നിന്നും മികച്ച ആദായം കിട്ടുക. 35 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു ജാതിമരത്തിൽ നിന്നും ശരാശരി 50,000 രൂപയുടെ ആദായം ലഭിക്കുന്നു എന്നാണ് കണക്ക്. ജോർജ് തോമസ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കാവുകാട്ട് 1 എന്ന ജാതിമരങ്ങൾ ഇപ്പോൾ 14 വർഷങ്ങൾ പിന്നിടവേ ഒരു മരത്തിൽ നിന്നും 25 കിലോഗ്രാം കായാണ് ലഭ്യമാക്കുന്നത്. കായ്കൾക്ക് വലിപ്പം കുറവാണെങ്കിലും എല്ലാ ദിവസവും കായ് ശേഖരിക്കാം എന്നതാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. 1 കിലോഗ്രാമിന് 85 മുതൽ 90 വരെ കായകൾ മതിയാകും. തോട്ടത്തിലെ മറ്റിനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് 1 കിലോഗ്രാമിന് 65 കായകൾ എന്ന തോതിലാണ്. വിളവെടുപ്പ് പൂവുണ്ടായാൽ 150 ദിവസത്തിനുള്ളിൽ കായ പറിക്കാം. പൂ മുട്ടായി കഴിഞ്ഞ് 150, എൻ്റെ അനുഭവം അതാണ്. ഞാനൊരു കണക്ക് കൂട്ടി നോക്കിയിട്ട് 150 ദിവസം. കാവുകാട്ട് 1 എന്ന് പറയുന്ന ആ വെറൈറ്റി, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 14 വർഷം പ്രായമായ ആ മരമാണ്. അത് എന്നൊരു 25 കിലോ ഇപ്പോൾ കിട്ടും. കായ്കൾ ശേഖരിക്കുമ്പോൾ ജാതിപത്രിക്ക് കോട്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്ലവർ എന്ന് വിശേഷിപ്പിക്കുന്ന ജാതിപത്രി കയറ്റുമതി രംഗത്ത് ഏറെ പ്രിയപ്പെട്ടതാണ്. ജാതിപത്രിയും കായ്കളും നിശ്ചിത ദിവസങ്ങളെടുത്ത് ഉണക്കിയാണ് സൂക്ഷിക്കുക. ജാതിക്ക കൂടുതൽ ലഭിക്കുന്ന വർഷകാലത്ത് ഇവ ഉണങ്ങുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ പുകപ്പുരകളെ ആശ്രയിക്കുന്നു. കായ പറിക്കുന്നു, കൊണ്ടുവരുന്നു, പുകപ്പുരയുടെ ഷെഡിൽ കൊണ്ടുവന്ന് ഒരു ടേബിളുണ്ട്. ആ ടേബിളിലിട്ട് അതിൻ്റെ ഫ്ലവർ അടത്തിയെടുക്കുന്നു. ഫ്ലവർ പൊട്ടിപ്പോകുന്നു, സെപ്പറേറ്റായിട്ട് മാറ്റി വെക്കും. എന്നിട്ട് അത് പുകപ്പുരയിലെ രണ്ട് ഫ്ലവറും മറ്റേ പൊട്ടിപ്പോയ പത്രിയും 2 സെപ്പറേറ്റ് ചെയ്ത് അത് ഉണങ്ങിയെടുക്കുന്നു. ആ കൂടെ തന്നെ കായും പുകപ്പുരയിലിടുന്നു. 3-ാം ദിവസം കായും എടുക്കാം. 4 മണിക്കൂർ ഈവനിങ്ങിൽ തീ കത്തിച്ച് ഇട്ടാൽ പിറ്റേ ദിവസം നേരം വിളക്കുമ്പോഴേക്കും ഫ്ലവർ പത്രി മുഴുവൻ അതിൻ്റെ പ്രോസസ്സിങ് കഴിയും. പിന്നെ അത് വലിയ അടപ്പുള്ള ഡ്രമ്മിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. ഉണക്കിയെടുക്കുന്ന ജാതിപത്രി വായുവിമുക്തമായ ഡ്രമ്മുകളിലും കായ്കൾ ഈർപ്പം കയറാത്ത ചാണകച്ചാക്കിലും നിറച്ച് വിൽപ്പനയ്ക്കായി മാറ്റുന്നു. അന്യസംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമൊക്കെയായി കയറ്റുമതി ചെയ്യപ്പെടുന്ന ജാതിപത്രിയിലൂടെയും കായ്കളിലൂടെയും ഈ കർഷകന് ലഭിക്കുന്ന വാർഷിക അറ്റാദായം 6 ലക്ഷത്തിലേറെ രൂപയാണ്. സ്വന്തം നിരീക്ഷണത്തിലും പരിചരണത്തിലും ജോർജ് തോമസ് ബഡ് ചെയ്ത് തയ്യാറാക്കുന്ന ജാതിത്തൈകൾക്കും പ്രിയമേറെയാണ്. ആയിരക്കണക്കിന് തൈകൾ അദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ നിന്നും വിറ്റുപോകുന്നു. ജാതികൃഷിക്കൊപ്പം നേന്ത്രവാഴ, കുരുമുളക്, ഇഞ്ചി, പപ്പായ, മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, ഫിലോസാൻ തുടങ്ങിയവയും ജോർജ് തോമസിൻ്റെ പുരയിടത്തിൽ വിളവിൻ്റെ സമൃദ്ധിയൊരുക്കുന്നു. പഴവർഗ്ഗങ്ങൾക്കായുള്ള ഒരു നഴ്സറിയും ഇവിടെ തയ്യാർ തന്നെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മുത്തശ്ശിമാവും ഈ കർഷകന്റെ തൊടിയിൽ കൗതുകം പകരുന്നു.
കൃഷിപ്പണിയോടത്തോളം സന്തോഷം നൽകുന്നു, ആരോഗ്യം നൽകുന്ന ഒരു ജോലി വേറെ ഇല്ല. കാരണം നമുക്കതിൻ്റെ അകത്തൂടെ നമ്മളുടെ കൃഷി സ്ഥലത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്ക് സർവ്വ അസുഖങ്ങളും മാറും. നമ്മൾ നല്ല ശുദ്ധവായു ശ്വസിച്ച് ചെടികളോട് ഇടപഴകി കഴിയുമ്പോൾ നമുക്ക് ഒരു സാധാരണ മറ്റ് ഒരു പണിക്കും കിട്ടാത്ത ഒരു പ്രത്യേക നമ്മുടെ മനസ്സിനൊരു കുളിർമയും ഇതും കിട്ടും. പിന്നെ നമ്മൾ തന്നെ അധ്വാനിച്ച് പറ്റുന്ന രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു വിളവെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സംതൃപ്തി വളരെ വലുതാണ്. മണ്ണിനെ മനസ്സോട് ചേർത്ത് സ്വന്തം അധ്വാനത്തിലൂടെ നേടിയെടുക്കുന്ന കാർഷിക തൃപ്തി ജീവിതത്തിൽ എന്തിനേക്കാളും വലുതെന്ന് തന്നെയാണ് അന്തിനാട്ടുള്ള ജോർജ് തോമസ് എന്ന ഈ കർഷകന്റെ ഉള്ളിലുറഞ്ഞ വിശ്വാസം. അതൊരു ജാതിപത്രിയുടെ നിറസുഗന്ധം പോലെ പരക്കുമ്പോൾ കൃഷിയെ ഒരാഘോഷവും ആവേശവുമാക്കാനുള്ള ക്ഷണപത്രമായും അത് മാറുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊറിയ ഇനം തെങ്ങുകളുടെ പ്രചാരണത്തിന് പദ്ധതി. പുഷ്പോത്സവം നാളെ മുതൽ കനകക്കുന്നിൽ. പന്നി വളർത്തലിൽ പരിശീലനം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊറിയ ഇനം സങ്കര ഇനം തെങ്ങുകളുടെ പ്രചാരണത്തിന് കേരസമൃദ്ധി പദ്ധതി കൃഷി വകുപ്പ് നടപ്പാക്കുന്നു. മൊത്തം 5 കോടിയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുക. 50,000 കൊറിയ ഇനം മാതൃവൃക്ഷങ്ങളെ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തുക, കൊറിയ ഇനം വിത്ത് തേങ്ങകൾ സംഭരിക്കുക, ഉന്നത ഗുണമേന്മയുള്ള മാതൃവൃക്ഷങ്ങൾ തിരഞ്ഞെടുത്ത് അടയാളപ്പെടുത്തുക, D×T സങ്കര തെങ്ങിൻ തൈകളുടെ ഉൽപാദനത്തിന് കൊറിയ തെങ്ങിനങ്ങളിൽ സംഭരണം നടത്തുക, ഇതിനായി തൊഴിൽ സേന രൂപീകരിക്കാൻ പരിശീലനം നൽകുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഘടകങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. രാജ്യത്തെ ബഹിരാകാശ ഗവേഷണം കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൃഷിയെയും ബന്ധപ്പെട്ട മേഖലകളെയും അധികരിച്ചാണെന്നും മറിച്ചുള്ള പ്രചാരണം ശരിയല്ലെന്നും VSSC ഡയറക്ടർ ഡോക്ടർ M. ചന്ദ്രദത്തൻ. ദുരന്തങ്ങളെക്കുറിച്ച് ഇപ്പോൾ 72 മണിക്കൂർ മുൻപ് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം കാർത്തിക നാളിൽ സംഘടിപ്പിച്ച കിഴങ്ങ് വിള ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ്, CTCRI ഡയറക്ടർ ഡോക്ടർ SK ചക്രബർത്തി, ഡോക്ടർ JT ഷെരീഫ്, ഡോക്ടർ VS സന്തോഷ് മിത്ര എന്നിവർ സംസാരിച്ചു. CTCRIയുടെ ഔദ്യോഗിക സേവന രംഗത്ത് നിന്ന് വിരമിക്കുന്ന പ്രമുഖ ശാസ്ത്രജ്ഞരായ ഡോക്ടർ VS രവീന്ദ്രൻ, ഡോക്ടർ അനന്തരാമൻ എന്നിവരെയും മികച്ച കാർഷിക പ്രവർത്തനങ്ങൾക്ക് സംഘമൈത്രി അധ്യക്ഷൻ R. ബാലചന്ദ്രൻ നായർ, രാമചന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. CTCRI ശാസ്ത്രജ്ഞന്മാരുമായി തുടർന്ന് നടന്ന മുഖാമുഖം പരിപാടിയിൽ 400ഓളം കർഷകർ പങ്കെടുത്തു. ഇന്നത്തെ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിലെ വിദഗ്ധരാണ് ഈ പാനൽ വിദഗ്ധരായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉത്തരം നൽകാവുന്ന ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. 35 വർഷമായിട്ട് പുള്ളി മട്ടുപ്പാവിൽ മരിച്ചീനി, ചേന, ചേമ്പ്, വാഴ എല്ലാം വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ്. മധുരക്കിഴങ്ങ് നല്ല ഓറഞ്ച് ആയിട്ടുള്ള മധുരക്കിഴങ്ങ് കിട്ടും. അപ്പോൾ അതിൻ്റെ തനതായ കളർ നിലനിർത്തിക്കൊണ്ടുള്ള പല പ്രോഡക്റ്റുകളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ അതേ മരിച്ചീനി അടുത്ത കൊല്ലത്തെ എക്സിബിഷനെ കാണാനായിട്ട് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ അത് പറയുന്നില്ല. ഞാനിവിടുന്ന് മരിച്ചിനി കൃഷി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്, ചേന കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം പത്രത്തിൽ ആർട്ടിക്കിളായിട്ട് വന്നിട്ടുണ്ട്.
തിരുവനന്തപുരം പാളയത്ത് സാഫല്യം കോംപ്ലക്സിലെ കോർപ്പറേഷൻ കൃഷിഭവനിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളായ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ ലഭ്യമാണ്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047123200942. തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മുതൽ 18-ാം തീയതി വരെ ടൂറിസം വകുപ്പ്, കൃഷി വകുപ്പ്, മത്സ്യഫെഡ്, നഗരസഭ, അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, കേരള റോസ് സൊസൈറ്റി എന്നിവ സംയുക്തമായി പുഷ്പോത്സവം നടത്തുന്നു. നിയമസഭാ മന്ദിരം, സെക്രട്ടേറിയറ്റ്, TBGRI, ISRO, മ്യൂസിയം, വനം, സംസ്ഥാന മെഡിസിനൽ ബോർഡ്, മത്സ്യഫെഡ്, ഹോർട്ടിക്കോർപ്പ്, കൂൺപുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, കാർഷിക കോളേജ്, ജില്ലയിലെ പ്രധാനപ്പെട്ട നഴ്സറികൾ തുടങ്ങിയവ പ്രദർശനത്തിൽ പങ്കെടുക്കും. കൂടാതെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരം, സ്കൂൾ തലത്തിൽ പച്ചക്കറി കൃഷിത്തോട്ടം മത്സരം എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471231684. പുതുകാലത്തിന് ചേർന്ന രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുതകുന്ന പന്നി വളർത്തൽ ഒരു സംരംഭമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകുന്നു. പന്നികളിലെ ശാസ്ത്രീയ പ്രജനനം, പന്നിക്കുഞ്ഞുങ്ങളുടെ പരിപാലനം, കൊഴുപ്പിക്കൽ, ശാസ്ത്രീയ വിപണനം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. കോട്ടയം തലയോലപ്പറമ്പിലുള്ള പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 13 മുതൽ പരിശീലനം ആരംഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0482923433. ആലപ്പുഴ വിത്ത് വികസന അതോറിറ്റിയിൽ കുട്ടനാടൻ പുഞ്ചയ്ക്കുള്ള ഉമ, ജ്യോതി നെൽവിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. 30 കിലോ വിത്ത് അടങ്ങിയ ഒരു ബാഗിന് 1080 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477226863. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,600 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,300 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,900 രൂപ, കൊപ്ര കൊച്ചി 8,475 രൂപ, കൊപ്ര കോഴിക്കോട് 8,850 രൂപ, കൊപ്ര തൃശൂർ 8,630 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,000 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ സേലം 6,700 രൂപ, മഞ്ഞൾ ഈറോഡ് 6,900 രൂപ, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,400 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 10,400 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,550 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,600 രൂപ, കൊപ്ര 8,475 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,000 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 260-നും ഇടയിൽ, ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 470-നും ഇടയിൽ, ജാതിപത്രി 700-നും 775-നും ഇടയിൽ, ഗ്രാമ്പു 980 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,400 രൂപ, ഒട്ടുപാൽ 7,200 രൂപ, ലാറ്റക്സ് 7,300 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 34.2, 24.5, കൊച്ചി 32.8, 25.2, ആലപ്പുഴ 31.5, 25, പുനലൂർ 33.6, 22.2, തിരുവനന്തപുരം 32.8, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.